ഹായ് ഓൾ, ഐ എം ഡോക്ടർ ഹസൻ, നിങ്ങളുടെ ഹോമിയോപ്പത്തിക് സൈക്യാട്രിസ്റ്റാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡിജിറ്റൽ ഡിമെൻഷ്യയാണ്. ഡിജിറ്റൽ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ ഞാനുണ്ടാക്കിയൊരു വാക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല. കോമൺ ആയിട്ട് ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മൾ കണ്ടുവരുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റായിട്ട് വരുന്ന ഒരു കാര്യമാണ് മൊബൈലിൻ്റെ അല്ലെങ്കിൽ സ്ക്രീൻ ടൈമിൻ്റെ. നമ്മളെല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലാണ്, അല്ലെങ്കിൽ നമ്മൾ റീൽസിലാണ്, ഷോർട്സിലാണ്, വ്ളോഗ്സിലാണ്. അപ്പോൾ ഇത്തരം ഇൻഫർമേഷൻസ് എല്ലാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡിജിറ്റൽ ഡിമെൻഷ്യ. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഈ മൊബൈൽ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ അത്യാവശ്യം ഷോർട്സും റീൽസും യൂട്യൂബ് വീഡിയോസും ഒക്കെ കാണുന്ന ആൾ തന്നെയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് തുടക്കം എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം ഞാനൊന്ന് നോക്കും, എന്നിട്ട് വീണ്ടും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. സാധാരണഗതിയിൽ ഡിമെൻഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തലച്ചോറിലെ ബ്രെയിനിലെ ഞരമ്പ് കോശങ്ങളിൽ നശിക്കൽ സംഭവിച്ചിട്ട്, അത് ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ട് നമുക്ക് വരുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യും. ഒന്ന്, നമുക്ക് മറവി വരും. രണ്ട്, നമുക്ക് ജഡ്ജ്മെൻറ്റിൽ പ്രശ്നം വരും. ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റോ റൈറ്റോ, എൻ്റെ വീട് അവിടെയോ ഇവിടെയോ എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും. അതേപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് ഇടുന്നതിലൊക്കെ ജഡ്ജ്മെൻറ്റിൽ പ്രശ്നങ്ങൾ വരും. ബാത്റൂം പോകുന്നതിൽ ജഡ്ജ്മെൻറ്റിൽ പ്രശ്നം വരും. അതായത് നമുക്ക് ബാത്റൂം പോയിട്ട് മൂത്രമൊഴിക്കണം എന്നുള്ള സംഗതി മറന്ന് നമ്മൾ കട്ടിലിൽ തന്നെ മൂത്രമൊഴിക്കുന്ന അവസ്ഥ വരും. ഇതൊക്കെ ഓൾഡ് ഏജിൽ വരുന്നതാണ് യൂഷ്വലി. അല്ലെങ്കിൽ അൽഷിമേഴ്സ് പോലത്തെ രോഗങ്ങളൊക്കെ വരുമ്പോൾ വരാം, അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോഴും വരാം. പക്ഷേ ഈ ഡിജിറ്റൽ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ഫങ്ഷണൽ സൈഡാണ്. ഡിജിറ്റൽ ഡിമെൻഷ്യയിൽ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. നമ്മളൊരു കാര്യം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളത് കേട്ട് അത് നമ്മളെ തലേൻ്റെ അകത്ത് പോയി രജിസ്റ്റർ ചെയ്യപ്പെടണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് ഒരു ഒക്കേഷനിൽ ഇത് തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ നമ്മൾ ഈ സ്ക്രീനും ഇതും തന്നെ നോക്കിയിരിക്കുന്നു. നമ്മളെ ബ്രെയിൻ ഓൾറെഡി കുറേ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുകയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മളെ ഫ്രണ്ടോ നമ്മളെ പാർട്ട്ണറോ നമ്മളുടെ ബോസോ അല്ലെങ്കിൽ നമ്മളുടെ ടീച്ചറോ ഒക്കെ നമ്മളോടൊരു കാര്യം പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വിട്ടുപോകും. ബ്രെയിനിലെ എല്ലാ ഇൻഫർമേഷനും കൂടി നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വിട്ടുപോകും. നമ്മുടെ ബ്രെയിനിൻ്റെ വിചാരം നമുക്ക് മോർ ഇമ്പോർട്ടൻ്റ് റീൽസും ഷോർട്സും ആണെന്നാണ്. കാരണം നമ്മളെപ്പോഴും അതിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകുന്നതാണ്. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ കുറവ് കാരണം നമ്മളുടെ മെമ്മറിയിൽ ഇത് രജിസ്റ്റർ ചെയ്യുന്നതന്നെയല്ല. രജിസ്റ്റർ ചെയ്താലല്ലേ നമുക്ക് കിട്ടുള്ളൂ.